കണ്ടൽവനങ്ങളാണ്. അപ്പോൾ ഇതൊരു ചെറിയ പ്രശ്നമല്ല. വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവോ, ഇപ്പം പിന്നെ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആർത്തലക്കുന്ന പുഴയുടെ അരികിൽ പോലും നിങ്ങൾ വുളു എടുക്കുമ്പോൾ ഒരു മുദ്ദ് വെള്ളം മതി എന്നാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർത്താനം പറയുന്നത്, പക്ഷേ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ പള്ളിയിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടില്ലേ, ഹൗല് തുറന്നു വെച്ചാൽ എന്താണ് ഹൗൽ എന്ന് പറയുന്നതൊക്കെ പോയി ഇപ്പം ടാപ്പാണ്. ടാപ്പ് തുറന്നു വെച്ചിട്ടാണ് ലോകത്തെ വിവരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക. വെള്ളം ഇങ്ങനെ ഷൊറോന്ന് പോകുന്നുണ്ടാവും, അതിനിടയിലാണ് വെള്ളം ഉപയോഗിക്കാൻ. എന്നിട്ട് പള്ളിയിലൊക്കെ ചെയ്തു വെക്കുന്നൊരു പണിയുണ്ട്. പിന്നെ ഈ വരൾച്ചയുടെ സമയം വരുമ്പോൾ ഒരു ബോർഡ് വരും, അത് കൊല്ലത്തിൽ എടുത്തു വെക്കുന്ന സാധനമാണ്. ആ കൊല്ലം കൊണ്ടുപോയി വെക്കും. എന്താണ്, വെള്ളം മിതമായി ഉപയോഗിക്കുക. വെള്ളം ഇല്ലാണ്ടാവുമ്പോഴല്ല മിതമായിട്ട് ഉപയോഗിക്കേണ്ടത്, വെള്ളം ഉള്ളപ്പോഴാണ് മിതമായി ഉപയോഗിക്കാൻ ശീലിക്കേണ്ടത് മനുഷ്യൻ. അല്ല, ഇല്ലാതായാലും ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ബോർഡൊന്നും വെക്കണ്ട, അതങ്ങ് ഇല്ലാണ്ടാവും. ഉള്ള കാലത്ത് വരൾച്ച വരുമെന്ന ബോധ്യമുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് ആർത്തലച്ചൊഴുകുന്ന പുഴയുടെ തീരത്തും ഒരു മുദ്ദ് മാത്രം നിനക്ക് ഒതുകൊടുക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. ദുർവ്യായം ചെയ്യരുത്. ഗാന്ധിജി പണ്ട് ജവഹർലാൽ നെഹ്റുവിനോട് പറയുന്നുണ്ട്, സബർമതി ആശ്രമത്തിൽ ഗാന്ധിജി ഇങ്ങനെ എന്താണ് തൻ്റെ വസ്ത്രം ഇങ്ങനെ അലക്കുക, എന്നിട്ട് കുറച്ചപ്പുറത്ത് പോയിട്ട് മൊന്തയിൽ വെള്ളമെടുത്ത് കൊണ്ടുവരിക, എന്നിട്ട് പിന്നെ ഇതിങ്ങനെ കുറച്ച് ദൂരെ വന്നിട്ട് അത് കഴുകുക, പിന്നെയും പോയിട്ട് മൊന്തയിൽ വെള്ളം. അപ്പം നെഹ്റു ഇതിങ്ങനെ കണ്ടിട്ട് ഒരു സങ്കടം, അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നെഹ്റു പറഞ്ഞു, നിങ്ങൾക്ക് ആ പുഴയുടെ അരികിൽ ഇരുന്നിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, കുറേ താഴെ പാവം കുറേ മനുഷ്യർ കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം അത്. എൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്ക് എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആർത്തലച്ചൊഴുകുന്ന സബർമതി തീരത്ത് വെച്ചാണ് ഗാന്ധിജി അത് പറയണത്. അത് പറയുന്ന ഒരു മനുഷ്യന്, അങ്ങനെ ചിന്തിക്കാൻ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ വിചാരിച്ച ഒരു മനുഷ്യൻ. എല്ലാ ആളുകൾക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത്, എല്ലാത്തിലും ഈ പിന്നെ പഴുതാരയോട്, മണ്ണിനോട്, ജലത്തോട്, എല്ലാത്തിനോടും പ്രതിബദ്ധത വേണമെന്ന് പറയുന്നത് നമ്മളൊരു ഔദാര്യപൂർവ്വം ചെയ്തു കൊടുക്കേണ്ടതല്ല. നമ്മുടെ വ്യവസ്ഥിതി, ജീവൻ നിലനിൽക്കുന്നത് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ന ബോധ്യമില്ലായ്മയുടെ പേരിലാണ്. ഞാൻ പറയുന്നു വീണ്ടും, ഞാൻ ഈ പ്രസംഗിച്ച പോലെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പണിയാണ്. പക്ഷേ ചാണ്ടിയുമ്മൻ ചെയ്തതുപോലെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കുള്ള പണിയാണ്. ആ പണിയാണ് ചാണ്ടിയുമ്മൻ ചെയ്തത് എന്നതുകൊണ്ട് ഈ അവാർഡിന് കേരളത്തിലെ ഏറ്റവും അർഹനെന്ന് ഒരു മടിയുമില്ലാതെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം തന്നെയാണ്. കാരണം വെച്ചാൽ അതൊരു ഔപചാരികമായ വർത്താനമല്ല. ഞാനത് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടാവും ഞാനത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടാവും. ഏതായാലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ വ്യതിരിക്തമായ, ഉമ്മൻചാണ്ടി സാറ് പിന്നെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു മോഡലാണ്. അദ്ദേഹത്തെ പകർത്തുകയല്ല, അദ്ദേഹത്തെ കാലത്തിനനുസരിച്ച് അവതരിപ്പിക്കുന്നു എന്ന ഒരു മകൻ്റെ ഉത്തരവാദിത്വം കൂടെ അദ്ദേഹം നിർവഹിക്കുന്നു എന്നതിലുള്ള സന്തോഷം കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടിയത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.